ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങിയാണ്. ഈ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഭക്ഷ്യവകുപ്പ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 13 സബ്സിഡി സാധനങ്ങളിൽ 2 ഇനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മട്ടയരിയുടെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും. മട്ടയരിയുടെ വില ഇങ്ങനെയാണ്. പഴയ വില, അതായത് ഈ 2016 മുതൽ 2024 ഫെബ്രുവരി വരെ ഒരേ വിലയായിരുന്നു. വില വർധന ഉണ്ടാക്കിയിരുന്നില്ല. അതിനുശേഷം ഫെബ്രുവരി മാസത്തിലാണ് സർക്കാർ വില പുതുക്കിയത്. ഈ വില പുതുക്കിയപ്പോൾ മട്ടയരിയുടെ വില 30 രൂപയായി. ഇത് 6 മാസത്തിന് ശേഷം ഇന്നലെ ആയപ്പോൾ സർക്കാർ വില കൂട്ടിയിരിക്കുന്നു. 3 രൂപ വർദ്ധിപ്പിച്ച് 33 രൂപയാണ് മട്ടയരിയുടെ പുതിയ വില. ഇതിന് സർക്കാർ കാരണം പറയുന്നത് പൊതുവിപണിയിൽ വില വർദ്ധിച്ചു. മട്ടയരിക്ക് പൊതുവിപണിയിൽ കിലോ 60 രൂപയുണ്ട്. അതുകൊണ്ട് ആനുപാതികമായി വില വർധന വേണ്ടി വന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. 2024 ഫെബ്രുവരിയിൽ സബ്സിഡി സാധനങ്ങളുടെ വില പുതുക്കിയപ്പോൾ 35% വിപണി വിലയിൽ എന്താണോ അതിൻ്റെ 35% സബ്സിഡി നൽകുന്ന നിലയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. മാത്രമല്ല 3 മാസത്തിലൊരിക്കൽ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷൻ കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ നടപടിയിലേക്ക് നീങ്ങിയിരുന്നില്ല. പക്ഷേ ഓണക്കാലത്ത് വലിയ കച്ചവടം നടക്കുമെന്നതുകൊണ്ട് തന്നെ ഈ ഓണച്ചന്ത തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ സബ്സിഡി സാധനങ്ങൾ 2 എണ്ണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഇനം പഞ്ചസാരയ്ക്ക് പഴയ വില, അതായത് 2024 ഫെബ്രുവരിയിൽ പുതുക്കിയ വില 28 രൂപയായിരുന്നു. അതിപ്പോൾ 5 രൂപ വർദ്ധിപ്പിച്ച് പുതിയ വില, അതായത് ഇന്നലെ മുതൽ നടപ്പാക്കിയ വില കൂട്ടിയ വില 33 രൂപ, 5 രൂപയുടെ വില വർധനയാണ് നടപ്പാക്കിയിരിക്കുന്നത്. നമുക്കിതിൽ ചില വിമർശനങ്ങളൊക്കെ തോന്നാം. ഒരുപക്ഷെ 2 സബ്സിഡി സാധനങ്ങൾക്ക് ചെറിയ തോതിലുള്ള വില വർധനയല്ലേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ നമ്മൾ 1 കിലോ ആയിട്ടൊന്നും ആളുകൾ വാങ്ങാറില്ല. മാത്രമല്ല ഓണക്കാലം നമുക്കറിയാം, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങേണ്ട ഒരു അവസരമാണ്. വിലക്കയറ്റത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ 1 രൂപയുടെ വില വർധന പോലും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ഭാരം തന്നെയാണ്, പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത്.